ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അധികം വളച്ചുകെട്ടില്ലാതെ നേരിട്ട് കാര്യത്തിലും കിടക്കാം. ഇത് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ഒരു വലിയ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ ഡൽഹിയിൽ. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ എയിംസിൽ പ്രവേശിച്ചു ഒപ്പിച്ചു എന്ന് ന്യൂസിലൊക്കെ പറയും. ഓക്കെ, ആ ഹോസ്പിറ്റൽ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അത് മെയിൻ ഡൽഹി ബേസ്ഡാണ്. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും തുടങ്ങാൻ പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ അത് വരാൻ വേണ്ടിയിട്ട് ഇത് രാഷ്ട്രീയക്കാർ മീൻസ് എം പിമാരും ഒക്കെ അതിന് കിടന്ന് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ പ്രമുഖ എം പിമാരെല്ലാം അത് വരും, വരുത്താം, പിന്നെ അത് പാലക്കാട് വരും, ഇല്ല അത് അവിടെ സ്ഥലം അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓക്കെ, അത് അതിൻ്റെ ഒരു ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആരാണ് നടത്തുന്നത്, എന്താണ് നടത്തുന്നത്, എന്താണ് ഈ ആൾ ഇന്ത്യ, നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം നമുക്ക്. കാരണം വെച്ചാൽ അതും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. ഏത് സ്ഥാപനത്തിലേക്കാണ് അപേക്ഷിക്കുന്നത് അതിനെ പറ്റിയിട്ടും ചെറുതായിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ കാര്യം ഒന്ന് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചാണ്. ഓക്കെ, അപ്പോൾ ചാറ്റ് ജി പി ടി പറയുന്നത് എന്താ വെച്ചാൽ ഇത് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. ഇത് കംപ്ലീറ്റ്ലി അണ്ടർ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതിലാണ്. അതിന്റെ ഫാമിലി പ്ലാനിംഗ് മിനിസ്ട്രി, അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഓക്കെ, കംപ്ലീറ്റ്ലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഒരു പ്രൈവറ്റ് പാർട്ടി ഇല്ല അതിൽ. ഓക്കെ, പ്രധാന ഫണ്ടിങ് ഇവർ തന്നെയാണ്. ഭരണസമിതി ഗവൺമെന്റ് ബോഡി, അവർ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ആളാണ് അവിടെ അതിന്റെ സിഇഒ ആയിട്ട് വരിക. അപ്പോൾ അതായത് 100% ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്ഥാപനമാണിത്. ഓക്കെ, അത് അറിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത അതിന്റെ ഇത് വരുന്നിടത്ത് പോവാം. ഓക്കെ, അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് കാണിക്കുന്നത് 17th മാർച്ചാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ കാണിക്കും. ഞാൻ ഇതിന്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളതും അതിന്റെ ഡീറ്റെയിൽസ് ഉള്ളതും ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. 17th മാർച്ച് 2025, അതായത് മാർച്ച് 17, 2025 5 മണിയുടെ ഉള്ളിൽ അവിടെ ഓൺലൈനായി കിട്ടുന്ന അപ്ലിക്കേഷൻ മാത്രമേ അവർ സ്വീകരിക്കൂ. ടോട്ടൽ വേക്കൻസീസ് വേരിയസ് വേക്കൻസീസ് ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് നഴ്സിംഗ് ഓഫീസർ, അത് അതിന്റെ ക്വാളിഫിക്കേഷനും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം. അപ്ലൈ മോഡ് പോസ്റ്റിലൊന്നും അയച്ചു കൊടുക്കണ്ട, ഇപ്പം അറിയാലോ എല്ലാം നമ്മുടെ ഇതിലാണ്, എന്താ പറയുക, ഓൺലൈൻ. ഇതിൽ തന്നെ അതിന്റെ ലിങ്ക് കൊടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക, ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് അത് ചോദിക്കുന്ന അതാക്കി അപ്ഡേറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് അതിൽ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓവറാളാണ് നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല, അല്ലാണ്ട് ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും BSc നഴ്സിംഗ് പഠിച്ച ഒരാൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളായിരിക്കും. ഞാനിവിടെ കുറച്ചൊന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ പേ സ്കെയിലാണിത്. ഈ പേ സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര കിട്ടുകയെന്നൊക്കെ ചിലവർക്ക് അറിയാം, എനിക്കത് പറയാൻ അറിയില്ല. എറൗണ്ട് 34,000 ആണ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ നെയിം ഓഫ് ദ പോസ്റ്റ് ഉണ്ടോ, അതായത് ക്വാളിഫിക്കേഷൻ വേണ്ടത് നഴ്സിംഗ് ഓഫീസർ എന്നുള്ള പോസ്റ്റിലേക്കാണ്. പിന്നെ ഓക്കെ, അപ്പോൾ അതിൽ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് BSc ഓണറബിൾ നഴ്സിംഗ്, BSc നഴ്സിംഗ് ഫ്രം ആൻ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ, റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ BSc പോസ്റ്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് 18 മുതൽ 30 വയസ്സാണ്. 30ആണ് അപ്പർ ലിമിറ്റ്. ഓക്കെ, അതിന് മീതെ പോകാൻ പാടില്ല. പിന്നെ ഇവർ SC STക്ക് ഒരു റിലാക്സേഷൻ ഉണ്ട്, ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് കഴിഞ്ഞത്. മോഡ് ഓഫ് സെലക്ഷൻ കംപ്ലീറ്റ്ലി ഇതാണ്. ജോബ്സിന്റെ നോട്ടിഫിക്കേഷൻ ഇതിൽ ലിങ്ക് ഉണ്ട്. ഇതാ ഇതിൽ പോയി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതങ്ങനെ നേരിട്ട് എനിക്കാണ് പോകും. ഓക്കെ, അവർ നേരിട്ട് അവരുടെ വെബ്സൈറ്റിലേക്ക് പോകും. ഓക്കെ, അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ പറഞ്ഞൊക്കെ തന്നെയാണ്, എന്നാലും അപ്ലൈ ചെയ്യുന്ന ആൾക്ക് ഒരു കൗതുകം ഉണ്ടാവില്ല, ഇത് എന്താണ് ഏതാണ് എങ്ങനെയൊക്കെ അറിയാൻ. അപ്പോൾ ഇത് ഫുള്ള് വായിച്ചു നോക്കുക. ഓക്കെ, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക. ഫുള്ള് ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഇതിന് ഫീസൊക്കെ ഉണ്ട്. ഓക്കെ, ഫീസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ട്. കാരണം എല്ലാവരും അപ്ലൈ ചെയ്യേണ്ട വെച്ചിട്ടായിരിക്കും അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് അപ്ലൈ ഓൺലൈൻ ആണെങ്കിൽ ഇത് വായിച്ചതിന് ശേഷം അപ്ലൈ ഓൺലൈൻ ഇതിലമർത്തുക. ഇതിലമർത്തി കഴിഞ്ഞാൽ ഇതിലേക്കാണ് വരിക. അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ 51/2025 ഫൈനൽ MBBS ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഇല്ല, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്. ഓക്കെ, റിക്രൂട്ട്മെന്റ്സിൽ നോക്കാം നമുക്ക്. ഓക്കെ, റിക്രൂട്ട്മെന്റ്സ് അമർത്തി കഴിഞ്ഞാൽ അങ്ങനെ വരും. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇത് ഹൈലൈറ്റ് ആണ്, ലൈവ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത് മറ്റേ ബ്ലിങ്ക് ആവുന്നുണ്ടോ, അതിൽ പോവാ. അതിൽ പോയിട്ട് ലൈവ് അഡ്വർടൈസ്മെന്റ് അമർത്തുക. അപ്പോൾ ഇതിൽ ഇങ്ങനെ വന്നു. അപ്പോൾ നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് നോർസെറ്റ് എന്ന് പറയുന്ന ഒരു അവരുടെ തന്നെ ഒരു ഇന്റേണൽ സ്ഥാപനമാണ് ഇത് നടത്തുക. ഓക്കെ, പിന്നെ ഇതിൽ വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ നോർസെറ്റ് ആണ്. നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ്, അതാണ് നോർസെറ്റ്. നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ, ഇതൊക്കെ കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. ഓക്കെ, നോർസെറ്റ് അതാണ് ഇതിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. എനിക്ക് ഡിഫൻസിന്റെ എല്ലാം ഇവരാണ് നടത്തുന്നത്, എനിക്ക് ഒരു സംശയം. ഞാൻ അടുത്തതിൽ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാറ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിൽ കിട്ടും. നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് നോർസെറ്റ് 7, നോർസെറ്റ് 8 ഉണ്ട്. ഇത് 2 നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതാണ് ലൈവ് ഉള്ളത്, ലൈവ്. അപ്പോൾ ഇതിൽ പോവാ, വ്യൂ ഡീറ്റെയിൽസ് പോവാ. വ്യൂ ഡീറ്റെയിൽസ് ഇങ്ങനെ വരും.
അതിൻ്റെ അഡ്വർടൈസ്മെന്റ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ പോയി അമർത്തേണ്ട. ഇത് എയിംസ് ന്യൂ ഡൽഹി അതർ ഡീറ്റെയിൽസ് കിട്ടും. അതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നോട്ടിഫിക്കേഷൻ, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇതെല്ലാം ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് നിങ്ങൾ ഇതൊരു ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്താൽ ആദ്യം ക്രിയേറ്റ് ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ആധാർ നമ്പർ അതെല്ലാം കൊടുത്ത് ക്രിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വന്നിട്ട് ഇവിടെ വീണ്ടും നിങ്ങളുടെ റിക്രൂട്ട്മെന്റ്, വീണ്ടും ലൈവ് അഡ്വർടൈസ്മെന്റ്, ഇവിടെ വന്നു വ്യൂ ഡീറ്റെയിൽസ്. അത് കഴിഞ്ഞാൽ ലോഗിൻ ടു അപ്ലൈ. ഓക്കെ, ലോഗിൻ ടു അപ്ലൈയിൽ പോവുക. അവിടെ നിങ്ങൾ ആൾറെഡി ലോഗിൻ കൊടുത്തു വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് ആ ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക, കയറുക, ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എവിടെയാണ് ഇതിൻ്റെ ലിങ്ക്, ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അവിടെ നോട്ടിഫിക്കേഷനിൽ കൊടുക്കാം. BSc നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ആയിരിക്കണം. അപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കിപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്. പിന്നെ നിങ്ങളുടെ വക ഒരു ലൈക്കും ഒരു കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഇനി ഡെയിലി ഇതേപോലെ 1, 2, 3, 4 റിക്രൂട്ട്മെന്റ് പല ആൾക്കാർക്ക്. ഇപ്പം ഇത് BSc നഴ്സിംഗ് ആണ്. ഇതിന്റെ മുന്നിട്ട് ഞാൻ 10th +2 അങ്ങനെയുള്ളതാണ്. ഇനി വിവിധങ്ങളായ ഇത് പൈപ്പ് ലൈനിലുണ്ട്. അത് ചിലപ്പെടാന്ന് ഡെയിലി ഇട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സഹകരിച്ചാലാണ് ഈ കാര്യം മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.